ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകലിൽ നിങ്ങളോട് കൈമാറുവാൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് നിങ്ങളുടെ മുമ്പിൽ വായിച്ചുകൊണ്ട് ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ആമേ, നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ആമേ 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ച് കേൾപ്പിക്കാമല്ലോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ഒരു വാക്യമാണ് ഇന്ന് അല്പസമയം ചിന്തയ്ക്കാധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹാലലി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി ആമേ വെളിപ്പെടാതെ വണ്ണം അത് തടസ്സപ്പെട്ടിരിക്കുന്ന ചില അനുഭവത്തെ ആമേ ഇന്ന് പകലിൽ ഈ വചനം ആമേ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന ആ അവസ്ഥകളിൽ ദൈവം അതിൻ്റെ മറുപടി അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ശക്തമായി ദൈവജനത്തോട് വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് പ്രേരണ തരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ആമേ, സങ്കീർത്തനക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. ആമേ, നിന്റെ വീട്ടിനകത്ത് തകർന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ആമേ ഇന്ന് പകൽക്കാലം അതിനെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ ആമേ ഇന്ന് പകലിൽ തകർന്ന ഹൃദയം ആമേ ഉള്ള കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാ. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ആമേ നിങ്ങളുടെ നന്മയെ വർഷങ്ങളോളം ഞെരുക്കി വച്ചിരിക്കുന്ന ആ സാത്താന്റെ മടയിൽ ഇന്ന് പകലിൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് നീ ഭാരത്തോടെ ആമേ പ്രാർത്ഥിച്ച് കരയുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് വേണ്ടി ഒരു വിടുതൽ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം അയക്കാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? തകർന്ന ഹൃദയവുമായി, നുറുങ്ങിയ മനസ്സുമായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് വിലപിച്ച് കരയുന്ന ഒത്തിരി സഹോദരങ്ങള്, നിങ്ങളുടെ ജീവിതത്തിൽ കൈവിട്ടുപോയ അവ ചില അനുഭവങ്ങൾ ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അത് മടങ്ങി വരാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ദേശത്ത് വാഴത്തില്ലെന്ന് പറഞ്ഞ് കുടുംബത്തിൽ സ്വസ്ഥത തരാതെ വന്ന കുടുംബ ജീവിതങ്ങളെ ശിഥിലമാക്കി കളയുന്ന മറഞ്ഞിരിക്കുന്ന ചില പൈശാചിക പദ്ധതികൾ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചില പുര വിട്ട്, ചില ഭവനം വിട്ട്, ചിലരുടെ ദേശം വിട്ട്, ചിലരുടെ നന്മ വിട്ട്, ചിലരുടെ ശരീരം വിട്ട് അവൻ അഴിയുകയാ. കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മരണകരമായ പ്രതിസന്ധികൾ, മരണകരമായ പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് നിന്നെ രോഗിയാക്കി, നിന്നെ തളർത്തിക്കളഞ്ഞ ആ ദുഷ്ടവ്യാപാരത്തെ നിന്നെ കടക്കാരനാക്കി മാറ്റിയ, ആമേ നിന്നെ ബലഹീനനാക്കി മാറ്റിയ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ, സന്തോഷത്തെ ആമേ തകർത്ത് കളഞ്ഞ ആ പൈശാചിക വ്യാപാരം യേശുവിൻ നാമത്തിൽ ഈ പകലിൽ അഴിഞ്ഞു ഉടഞ്ഞു ഉലഞ്ഞു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ കൊടുത്തൊരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എൻ്റെ മുമ്പിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എത്ര തവണ നമ്മുടെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ട്. ഇതുവരെ മറുപടിയില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ഇല്ലേ? മന്ത്രവാദി കെട്ടിവെച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ആമേ ഹല്ലേലൂയ. വെളിച്ചപ്പാടൻ കെട്ടിവെച്ചത് നമ്മുടെ മുമ്പിലുണ്ട്.
ആമേ സ്തോത്ര ഹല്ലേലൂയ. ആമേ കള്ളപ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ കെട്ടിവെച്ച് നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ലാത്ത ദുരാലോചനകൾ പറഞ്ഞ് നിന്റെ കുടുംബത്തെ തെറ്റിക്കുവാൻ ആമേ പദ്ധതി ഒരുക്കി മറഞ്ഞിരിക്കുന്ന പിശാചിന്റെ മടയില ഞാൻ ഇന്ന് കൃപയാൽ നിൽക്കുന്നതെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തകർന്ന ഒരു ഹൃദയം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വിടുതൽ നടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തകർന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഹലോ, തകർന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കേണ്ടവളോട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയും. ഒന്ന് സ്വത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഹൃദയത്തെ ഒന്ന് ഉടച്ചു കൊടുക്കാതെ വണ്ണം, മനസ്സിനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം ഞാനെന്ന ഭാവം വെച്ചും കൊണ്ട് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ, നിന്റെ ജീവിതത്തിൽ ഒരു നന്മ പോലും നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ മക്കൾ. നമ്മൾ വിവിധ സഭകളിൽ പോകുന്നവരാണ്. നമ്മൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. ഇന്ന് പകൽ ഞാൻ ഒറ്റ കാര്യം പറയാം, ഒരു സഭയുടെ ബോർഡും സ്വർഗത്തിൽ കാണത്തില്ല. ഇന്ന് പകൽക്കാലം തകർന്ന ഒരു ഹൃദയം നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ ഏതൊരവസ്ഥയിലും ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് കഴിയാം. ഒരിക്കൽ ഒരു സഹോദരി തകർന്നു നുറുങ്ങിയ ഹൃദയവുമായി വീട്ടിനകത്തൊരു സ്വസ്ഥതയോടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവളെ ബെഡ്റൂമിനകത്ത് കയറി വാതിലടയ്ക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും അവക്കെതിരെ വരുന്ന ആക്ഷേപവും നിന്ദയും പരിഹാസവുമായി തൻ്റെ കാതുകളിൽ വന്ന് മുഴങ്ങുമ്പോൾ അവക്ക് ആ വീട്ടിനകത്ത് സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ആ സഹോദരി പുറത്തിറങ്ങിയാൽ നിന്ന് ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ അവിടെയും നിന്ന്, ആമേ ബാങ്കിൽ ഒരു ആവശ്യമായി പോയാൽ അവിടെയും പരിഹാസം. എന്നാൽ അവൾ പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലം ദേവാലയമായിരുന്നു. അവൾ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ഓടിച്ചെന്നിരുന്ന് ദൈവാലയത്തിൽ ചെന്നിരുന്ന് മുട്ടുകുത്തി തൻ്റെ ദൈവത്തോട് തൻ്റെ വിഷയത്തെ പകർന്നു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പിശാച അവിടെയോ അവളെ വിട്ടില്ല. ആമേ പകരം ഏലി എന്നൊരു പുരോഹിതന്റെ ആമേ ഹല്ലേലൂയ പുറകിൽ മറഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്കെതിരെ ആമേ ഹല്ലേലൂയ വാതുറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇല്ലടാ ഏലി, അവൾ പറഞ്ഞത്, അവൾ പകർന്നത് എൻ്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരയുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. പട്ടണത്തിൽ നിന്നെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആമേ, ഒരു നുള്ളു കണ്ണുനീര് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഹൃദയത്തെ ഒന്ന് നുറുക്കി ദൈവസന്നിധി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മറുപടി വരാൻ പോകുകയാ. 2025 വർഷം ഈ 10ാം മാസം ആമേ എൻ്റെ മുന്നിലിരുന്ന് ആരാധിക്കുന്ന ദൈവജനത്തെ നോക്കി ദൂത് ഞാൻ പ്രസ്താവിക്കുമ്പോൾ 10ാം മാസത്തിന്റെ അനുഗ്രഹം ആമേ പിശാചേ നിനക്കിനി മറച്ചു വെക്കാൻ കഴിയത്തില്ലടാ. എൻ്റെ ജനം പ്രാപിക്കേണ്ട നന്മ, എൻ്റെ കുഞ്ഞുങ്ങൾ അവേ പ്രാപിക്കേണ്ട ദൈവിക വിടുതലുകൾ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അവർ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ണുനീരോടെ പറ, ഹൃദയം നുറങ്ങി ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ സങ്കടത്തെ ബോധിപ്പിച്ച് കരയും. മക്കളില്ലാതിരുന്ന ഒരു സഹോദരി വിശുദ്ധ വേദ പുസ്തകത്തിൽ ആമേ ഹല്ലേലൂയ ശമൂവേൽ പ്രവചനത്തിൽ 1 ശമൂവേൽ 1:10 വായിക്കുമ്പോൾ അവിടെ ആ സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ ഓടി മനോവ്യസനത്തോടെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവൾ ഒരു നേർച്ചയിട്ടു. സ്തോത്രം.
അടിയൻ്റെ സങ്കടം നോക്കി അടിയനൊരു പുരുഷ സന്താനത്തെ തന്നാൽ ജീവപര്യന്തം അത് യഹോവയ്ക്കുള്ളതാകുന്നു. കണ്ടോ, തീരുമാനമെടുത്തു വന്ന് ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയെ ഈ പിശാചിനെ തടയാൻ കഴിയത്തില്ല. ഉറപ്പും ധൈര്യമുണ്ടെങ്കിൽ കരമുയർത്ത രാമേ പറ. എൻ്റെ അവകാശത്തെ നിനക്കിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ലട പിശാചേ. കാരണം അവൻ എൻ്റെ മറുപടിയുടെ മാസമാണ്. ആമേ 2025 ഈ 10ാം മാസം എൻ്റെ മറുപടിയുടെ മാസമാണ്. എൻ്റെ അനുഗ്രഹത്തെ തടഞ്ഞ, എൻ്റെ ഉദരബലത്തെ തടഞ്ഞ, ആമേ ഹല്ലേലൂയ, ആ ശത്രുവിൻ്റെ നടുവിൽ നീ കണ്ണുനീരൊഴുകി കരയുവാൻ, ആ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. കേക്ക്, ആ സഹോദരി പ്രാർത്ഥിച്ചവൾ കടന്നുപോയി. എന്നാൽ പ്രാർത്ഥിച്ച് കടന്നു വരുമ്പോൾ ഹന്നയോടൊരു ചോദ്യം ഏലി ചോദിച്ചു. ഹന്നേ, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ചുണ്ട് അനങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. ഹലോ, നമ്മുടെ നടപ്പും നമ്മുടെ കിടപ്പും നമ്മുടെ യാത്രയും നമ്മുടെ ഹല്ലേലൂയ ഈ രീതിയുമൊക്കെ പലർ വീക്ഷിക്കുന്നുണ്ട്. സ്വത്രം പറ. ആര് കാണുന്നില്ല എന്നാരും ധരിക്കരുത്. കാരണം നിന്റെ പുറകിൽ ഒരു കഴുകന്റെ കണ്ണുണ്ടെങ്കിൽ ദൈവത്തിന്റെ കണ്ണും അതിൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ വീഴ്ത്തുവാൻ ശത്രു എത്ര പദ്ധതി ഒരുക്കിയാൽ, ഏതൊക്കെ കോമള വാഗ്ദാനങ്ങൾ നിനക്കെതിരെ പറഞ്ഞു വിട്ടാൽ, ഏത് ചെയ്വനകൾ ചെയ്ത് നിന്നെ ഒതുക്കാൻ നോക്കിയാൽ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ വായിച്ചേ. 15ാം വാക്യം ഒന്ന് വായിച്ചേ. 34:15 വായിച്ചേ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തൊന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറ, യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ട്. ഒന്ന് പറഞ്ഞേ, യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ട്. ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. നീ ഇനി പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ടെന്നേ. നിന്നെ തകർക്കാൻ നോക്കിയവന്റെ നടുവിൽ, നിന്റെ നന്മയെ അടച്ചു കെട്ടിയവന്റെ നടുവിൽ, നിന്നെ സാമ്പത്തികമായി കടബാധ്യതകളാൽ നീ പരാജയപ്പെട്ടു പോകത്തക്ക നിലവാരത്തിൽ നിന്നെ ഒതുക്കിയവന്റെ മടയിൽ യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹൃദയത്തൊന്ന് നുറുക്കുവാൻ നീ തയ്യാറായാൽ, ആ സഹോദരി ദൈവാലയത്തിൽ ചെന്ന് ഹൃദയം നുറുങ്ങി അവൾ ദൈവസന്നിധിയിൽ കരയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് വേണ്ടി, അവരുടെ ജോലികൾക്ക് വേണ്ടി, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ഭർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിച്ച് കരയുന്ന അനേക ദൈവമക്കൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാ. നാളിതുവരെ നിന്റെ മക്കൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഭാവി ജീവിതം ഇതുവരെ ശരിയാകാതിരിക്കുന്ന െങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പിശാച് അവന്റെ നന്മയെ, ആ മകളുടെ നന്മയെ അവൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ഹൃദയം നുറുക്കത്തോടൊന്ന് കരയാൻ തുടങ്ങിയാൽ, നിങ്ങൾ ആരെയും കുറ്റം പറയാതെ ദൈവസന്നിധിയിൽ നിന്റെ വിഷയത്തെ കൊടുത്ത് നീ കരയുവാൻ തയ്യാറായാൽ, വേഗത്തിൽ ചില വിടുതലുകൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. അവൻ ദൈവസന്നിധി ദൈവാലയത്തിൽ വന്നിരുന്ന് കണ്ണുനീരൊഴുകി കരഞ്ഞ ആ ഹന്നയുടെ മറുപടി ദൈവം 1 വർഷം തികയുന്നതിന് മുമ്പ് അവിടെ മുമ്പിൽ വെളിപ്പെടുവാനിടയായി. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ദൈവാലയത്തിൽ വന്നിരുന്ന് കരഞ്ഞ ആ ഹന്ന എന്ന സഹോദരി ഒരു ബാലകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവാലയത്തിൽ വരുമ്പോൾ ഏലി കാണുവാനിടയായി. അവൾ കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടി അപ്പോഴാ ദൈവപുരുഷനായി ഏലിയോട് പറഞ്ഞത്, യജമാനനെ, അന്നെന്റെ ചുണ്ടനങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ വീഞ്ഞടിച്ച് ലഹരി മുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി പരിഹസിച്ച് ഈ പള്ളി വിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. എന്നാൽ ആ വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഞാൻ കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടി ദൈവം എന്റെ കയ്യിൽ തന്നു. ഇത് കർത്താവിന് വേണ്ടിയുള്ളവനാണ്. എത്ര പേർക്ക് കരമുയർത്തി ആമേൻ പറയാൻ കഴിയും?
നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചവന്റെ മടയിൽ ഏത് ഊദേശി നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചാൽ, ഏത് പാസ്റ്റർ നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചാൽ, ഏത് ശകുനവാദി നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചാൽ, സ്തോത്ര ഹല്ലേലൂയ, ഏത് മന്ത്രവാദികൾ നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചാൽ, സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിന് സമയമാകുമ്പോൾ നിന്റെ കണ്ണ്, നിന്റെ മറുപടി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ഞാൻ ഊദേശിയും പാസ്റ്ററിയും കാര്യം പറഞ്ഞ് ദൈവം വെട്ടിയിട്ട ചിലത് ഈ ഭൂമി കിടപ്പുണ്ട്. ഞാൻ എല്ലാ ദൈവദാസന്മാരെ അടച്ചാക്ഷേപിച്ചല്ല ഈ ദൂത് പറയുന്നേ. കർത്താവിന് വേണ്ടി ചുമല് കൊടുത്ത് കണ്ണുനീരൊഴുകി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരയുന്ന ഒത്തിരി അപ്പോസ്തലന്മാർ, ഒത്തിരി അഭിഷിക്തന്മാർ ഇവിടെ ഉണ്ട്. പൂർവ്വപിതാക്കന്മാർ കാണിച്ചത് പെന്തക്കോസ്ത് അനുഭവം. ഈ അനുഭവത്തിനകത്ത് നീ ഇരുന്ന് കരയുമ്പോൾ നിനക്കെതിരെ ഇല്ലാത്ത വെളിപ്പാടുകൾ പറഞ്ഞ്, കള്ളപ്രവചനങ്ങൾ, ദൂതുകൾ പറഞ്ഞ് അനേകരെ വഴിതെറ്റിപ്പിക്കുന്ന കൂട്ടർ ഈ മാർക്കറ്റിലുണ്ട്. മനസ്സിലായവർ കരമുയർത്തി കർത്താവിനെന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട്. ഒന്നുകൂടി കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട്. സിസ്റ്റർ, ബ്രദർ, അടുത്ത് പുറകോട്ടും മുമ്പോട്ട് കൈ കൊടുത്ത് പറ, ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നീ തകരത്തില്ല, കാരണം ഇന്ന് നീ തളർന്നു പോകത്തില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നേ. ദൈവത്തെ ശരീരത്തിൽ അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറ. ശരീരത്തിൽ യേശുവിനെ വഹിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ ഞാൻ പാദം മുതൽ ശിരസ് വരെ ആത്മസാന്നിധ്യം വഹിച്ചോണ്ട് നിൽക്കുകയാ. കാരണം മാനുഷ്യമായ ഒരു ബുദ്ധിയിൽ ദൂത് പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആരാണ് എൻ്റെ അകത്തെ മനുഷ്യൻ? പിതാവായ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹലോ, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ കടന്നു വരുന്ന ചില ഫൈറ്റിങ്ങിന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂരീകരിക്കുകയാ. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, ഹലോ, ഒരു വെളിപ്പാട് പറയാം. എല്ലാവരുടെ കാര്യമല്ല, പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുകി ഉപവസിച്ച് കരയുന്ന നിനക്കെതിരെ ഈ ലോകത്തിലുള്ള ദൈവങ്ങളുടെ മുഖം നിനക്കെതിരെ തിരിക്കും. മനസ്സിലായില്ല? നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നീ വിളി കേട്ടവളാണെങ്കിൽ, നീ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവളാണെങ്കിൽ ഈ ലോകത്തിലുള്ള ദൈവങ്ങളുടെ മുഖം നിനക്കെതിരെ തിരിക്കും. എന്നാൽ അതിനകത്തൊരു വെളിപ്പാട് ദൂത് പറയാ. പ്രാർത്ഥനാ മുറിയിൽ തകർന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏതൊക്കെ ദൈവങ്ങൾ നിനക്കെതിരെ മുഖം തിരിച്ചാലോ ആ മുഖത്തെ കത്തിച്ചു കളയുവാൻ നീ പ്രാപിക്കപ്പെട്ട അഭിഷേകത്തിന് കഴിയും. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നിരിക്കുന്നവിടെ മുമ്പിൽ, തകർന്ന ഹൃദയവുമായി ഇരിക്കുന്നവിടെ മുമ്പിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയാം, പുറമേയുള്ള സാഹചര്യം നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്റെ ഹൃദയത്തിനകത്തുള്ള വേദന കണ്ട് പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. ആ കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറ. ഹല്ലേലൂയ. തകരുമെന്ന് ഹല്ലേലൂയ നിനക്കെതിരെ വിധിച്ചവർ, നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ നോക്കിയവിടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടതൊരു തകർന്ന ഹൃദയം. ആമേൻ, ഹല്ലേലൂയ. തകർന്ന ഹൃദയം ഏതൊക്കെ ഭവനങ്ങളിലുണ്ടോ അവർ വിജയിച്ചു കഴിഞ്ഞു. സ്തോത്രം പറ, സ്തോത്രം പറ. ഞാൻ ഒരുപാട് ഹൃദയങ്ങളെ കണ്ടിട്ടുണ്ട്. ഏകദേശ ഹൃദയങ്ങളെല്ലാം പ്രതികരിക്കുന്ന ഹൃദയങ്ങളാണ്. സ്തോത്രം. എന്ത് കേട്ടാലും കരയുന്ന ചില ഹൃദയമുണ്ട്. അതാ ദൈവത്തിന് വേണ്ടേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തകർന്ന ഹൃദയം എവിടെ ഉണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും.
ഒരിടത്തും നിന്നെ തരം താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിടത്തും തോൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഈ തകർന്ന ഹൃദയം വെച്ചോണ്ട് വീട്ടിനകത്തിരുന്ന നിനക്കെതിരെ കല്ലേറ് വരും, നിനക്കെതിരെ ശോധന വരും, പ്രതികൂലം വരും. പക്ഷേ തകർന്ന ഹൃദയമാണ് നീ എഴുന്നേൽക്കുന്നത്. ആമേസ്തോത്രം. മറിയ എഴുന്നേറ്റ് വന്നതുപോലെയാ. 4-ാം ദിവസം പാവിട്ട് തകർന്ന ഹൃദയവുമായി മറിയ എഴുന്നേറ്റ് വന്നത് ഗുരു വഴിയിൽ വന്ന് നിൽക്കുന്നത് കാണാനിടയായി. ഹലോ, ഹല്ലേലൂയ. തകർന്ന ഹൃദയവുമായി ആമേ ബഥാന്യയിൽ ആമേ ലാസറിന്റെ മൂത്ത സഹോദരി മറിയ കിടന്നത് പാക്കകത്ത. അനിയത്തിയെ കണ്ട യേശുവിനെ അനിയത്തിയോട് പറഞ്ഞു, നിന്റെ സഹോദരിയെ വിളിച്ചോണ്ട് വരാൻ. സഹോദരിയെ വിളിക്കാൻ വന്നപ്പോൾ തകർന്ന ഹൃദയവുമായി പായയിലെ കിടക്കുക. തകർന്ന ഹൃദയവുമായി അവളെ എഴുന്നേറ്റു. അവൾ ഓടി വഴിത്തലക്കിൽ വരുമ്പോൾ മറ്റേ പുള്ളിക്കാരി പറയുക, സഹോദരി പറയുക, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. ഓ, തകർന്ന ഹൃദയവുമായി നീ എവിടെ കിടന്ന് കരയുന്നുവോ നിന്റെ കരച്ചിന്റെ മറുപടിയും കൊണ്ട് അപ്പൻ വരുമ്പോ അറ്റുമെങ്കിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്. ഹല്ലേലൂയ. ആരൊക്കെയോ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് നിന്നെ കണ്ണുനീര് കുടിപ്പിച്ച ചില മേഖലകൾ ഇന്ന് പകൽക്കാലം പൊട്ടട്ടെ. ഒരു വീട്ടിനകത്ത് കയറി വരുന്ന ചില പ്രതിസന്ധികൾ ഇന്ന് പകലിൽ അഴിയട്ടെ. പ്രതികാരം നിനക്കുള്ളതല്ല, അതെന്റെ ദൈവത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ഈ തകർന്ന ഹൃദയം നമുക്കുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കേണ്ടവരോട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും. അനിയത്തി ചേച്ചിയോട് ക്ഷമിച്ചു കൊടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെ? ഏത് ഹൃദയം വെച്ചോണ്ടാ? എൻ്റെ മുമ്പിൽ അനിയത്തി ഇരിപ്പുണ്ട്, ചേട്ടത്തി ഇരിപ്പുണ്ട്. സ്വത്രം പറഞ്ഞേ. ഈ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും രണ്ടും പറഞ്ഞ് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ അവരവരുടെ കാര്യം വെച്ചുകൊണ്ടിരിക്കുക. ഒന്ന് സ്വത്രം. നിങ്ങൾ ആരും സഹകരിക്കുന്നില്ലല്ലോ. അല്ല, നിങ്ങളിപ്പോൾ നോക്കിയപ്പോൾ കാണാം ഇവർ രണ്ടുപേരും കാര്യമല്ലേ പറഞ്ഞത്, ഞങ്ങളുടെ കാര്യം അല്ലല്ലോ പാസ്റ്റർ പറയുന്നേ. സ്വത്രം. ഹല്ലേലൂയ. കാരണം ചേട്ടത്തേക്ക് അനിയത്തിയെ വിളിച്ചൊരു കാര്യം പറയാനും പറ്റുന്നില്ല. അനിയത്തിയാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യത്തുമില്ല, അനിയത്തി അങ്ങോട്ട് പ്രതികരിക്കുന്നുമില്ല. ശരിയാണോ? ദൈവത്തിനറിയാം. സ്വത്രം. ദൂത് കയറി വന്നതുകൊണ്ട് അങ്ങ് പറയുക, കര ഉയർത്തുന്ന സ്വത്രം പറയാം. ആമേ സ്തോത്രം. ഇവരുടെ രണ്ടുപേരുടെ ഈ ഹൃദയത്തിനകത്ത് എന്തേലും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും കവലയിൽ നിന്ന് വല്ലതും ആരെങ്കിലും പറഞ്ഞ്, ആരെങ്കിലും എന്നല്ല, തൊഴിലുറപ്പിലെ സഹോദരിമാർ പറഞ്ഞ് കേട്ട് വെച്ചിട്ട് സഹോദരങ്ങളെ തമ്മിൽ ഭിന്നതയിട്ട് ഭിന്നിപ്പിച്ച് വെച്ചിരിക്കുക. കാരണം അതിൻ്റെ പേരാണ് നുണ. സ്തോത്രം. ഹൃദയവേദ സിസ്റ്ററെ, ഇരിക്കുന്ന ഹൃദയവേദ പകയുടെ ഹൃദയമാണോ? ശാഠ്യത്തിന്റെ ഹൃദയമാണോ? അനുസരിക്കാത്ത ഹൃദയമാണെങ്കിൽ അതങ്ങനെ തന്നെ പോകും. പക്ഷേ തകർന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞത് ക്ഷമിച്ചു കൊടുക്കാൻ അനിയത്തിക്ക് കഴിയും, അനിയത്തി പറഞ്ഞത് ക്ഷമിച്ചു കൊടുക്കാൻ ചേട്ടത്തിക്ക് കഴിയും. ആമേ സ്തോത്രം പറ. പക്ഷെ വേദപുസ്തകത്തിൽ ഞാൻ എടുത്തു പറയാ, ആമേ ഹല്ലേലൂയ, ആമേ ഹന്ന എന്നൊരു സഹോദരി, അവിടെ ഹൃദയം പകർന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആമേ ബഥാന്യയിൽ ആമേ മറിയ എന്ന സഹോദരി അവിടെ കണ്ണുനീരിന്ന് ആമേ ഒഴുക്കിയത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. തകർന്ന ഹൃദയമായി ലാസറിനെ ശവമടക്കം ചെയ്തിട്ട് 4-ാം ദിവസം പിന്നിടുമ്പോൾ അവൾ തകർന്ന ഹൃദയവുമായി പായയിൽ കിടക്കുമ്പോൾ തമ്പുരാൻ മറുപടിയുമായി വരികയാ. അവേ, നിനക്കിനി ഒരു ഉയർച്ചയില്ല, നിനക്കൊരു നന്മ ഉണ്ടാകത്തില്ല, ഇനി വിടുതൽ നടക്കത്തില്ല. ആര് പറഞ്ഞടാ? സാത്താൻ പറഞ്ഞു. അവൾ പറഞ്ഞവന്റെ മടയിൽ ദൈവ ജീവനെ കൊണ്ട് വരികയാ. ഹല്ലേലൂയ. കൈവിട്ടുപോയ ചില നന്മകൾ,
കുടുംബജീവിതത്തിൽ നീ സന്തോഷിക്കേണ്ട ചില സൗഭാഗ്യങ്ങൾ, നന്മകൾ, ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അനുഭവിക്കേണ്ട സ്നേഹവും സന്തോഷവും, ആ ലാളിത്യം, ലാളനയോ പിശാച് എവിടെയൊക്കെയോ മറച്ചിട്ടിരിക്കുന്നു. ആരുടെയൊക്കെ കുടുംബജീവിതത്തിൽ നിന്ന് ആ പഴയ സ്നേഹമില്ല. ആദ്യ സ്നേഹം ഇന്നും ഉള്ളവർ കരമുയർത്തുന്ന സ്വത്രം പറ. ആദ്യ സ്നേഹമുള്ളവർ, എൻ്റെ ദൈവമേ ആരുമില്ലേ, ഒരാളേ ഉള്ളൂ. എൻ്റെ മോളും പോക്കുന്നില്ല, അവൾക്കും ആദ്യ സ്നേഹം ഇല്ലെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരെ ഇവിടെ ഇല്ല. 5 മാസമായി പോയി, നാളെ വരുമെന്ന് പറയാ. സ്വോത്ര ഹല്ലേലൂയ. ആദ്യ സ്നേഹം വിട്ടുപോയി മക്കളെ. ആദ്യ സ്നേഹമുള്ളവർ കൈ പൊക്കി, കൊരട് പിടിച്ചാണ് പൊക്കിയേ. ഒന്ന് സ്വോത്രം പറ. ആദ്യ സ്നേഹമുള്ളവർ കരം ഉയർത്തി സ്വോത്രം പറ. യൂട്യൂബിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ഇന്ന് അനേക വീടുകളിൽ ആദ്യ സ്നേഹമില്ല. പിന്നെ ആദ്യ സ്നേഹം ഉണ്ട്. എവിടെയെന്നറിയാമോ? പള്ളിക്കകത്ത് വരുമ്പോൾ ആദ്യ സ്നേഹം. ഓ, എന്തൊരു സ്നേഹം! കല്യാണത്തിന് പോകുമ്പോഴാ എന്തൊരു സ്നേഹം! വീട്ടിൽ ചെന്ന് കയറിയാ 36, 3 അങ്ങോട്ടും 6 ഇങ്ങോട്ടും. സ്വോത്രം പറ. ഇതൊക്കെ വെട്ടി നുറക്കാനല്ലേ ദൈവം ചില ഇടയന്മാരെ വെച്ചിരിക്കുന്നത്. നിന്റെ മറുപടിയെ തടഞ്ഞ ഹല്ലേലൂയ പിശാചിന്റെ മടയില ഞാൻ മയക്കം പിടിച്ചു നിൽക്കുന്നത്. ഇന്ന് പകൽക്കാല കണ്ണുനീരൊഴുകി കരയുന്ന എൻ്റെ സഹോദരങ്ങളെ, നിന്റെ മറുപടി ഏത് അകലെ കിടന്നാൽ, ഏത് രാജ്യത്തിനപ്പുറത്ത് കിടന്നാൽ, ഹൃദയമേഖാലിൽ ദൈവത്തോട് പകരുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തെ ദൈവം കൊണ്ടുവച്ച് നിന്റെ കയ്യിൽ തരുക. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. എത്ര വലിയ പ്രതിസന്ധിക്കകത്ത് നീ വീണുപോയാലോ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. 15-ാം വാക്യത്തിൽ വായിച്ചോ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് വലിയ പ്രതിസന്ധിക്കകത്ത് നീ ചെന്ന് കയറിയാൽ, ഏത് പ്രശ്നത്തിനകത്ത് നീ ചെന്ന് കയറിയാൽ, നീതിമാന്റെ അനർത്ഥം അസംഖ്യമാകുന്നു. ഒരു നീതിമാൻ, ഒരു നീതിമതി ഉണ്ടെങ്കിൽ ദൈവം അവനെ കൈവിടത്തില്ല. ദൈവം അവനെ മാനിച്ചിരിക്കും, ഉറപ്പാ. സംഘടന ദൈവം നോക്കത്തില്ല, മതം ദൈവം നോക്കത്തില്ല, ശരീരത്തിൻ്റെ കളർ ദൈവം നോക്കത്തില്ല. പക്ഷെ തകർന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടി 2025 10-ാം മാസം അവസാനിക്കുന്നതിന് മുമ്പ്, ഇത് 2-ാമത്തെ ആഴ്ചയാ, 10-ാം തീയതി. ഇനി 3 ആഴ്ച കൂടിയുണ്ട് ഈ മാസം നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ. ഇതിനകത്തൊരു വിടുതൽ ഞാൻ പ്രാപിക്കും, ഉറപ്പാ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തെന്ന് പറയാമോ? അമ്മാമേ, സിസ്റ്ററെ, പ്രായമുള്ളവർ അമ്മാമേ എന്ന് വിളിച്ചേ, പ്രായം കുറഞ്ഞവർ സഹോദരി, സിസ്റ്ററെ എന്ന് വിളിച്ചേ. ഞാൻ എൻ്റെ മറുപടി ഈ 10-ാം മാസത്തിൽ ഞാൻ മേടിച്ചിരിക്കും. കാരണം ഇന്നു മുതൽ എൻ്റെ ഹൃദയത്തെ ഞാൻ ഒന്ന് ഉടയ്ക്കാൻ പോവുക. ആമേൻ. ആരോടാ വാശി? ആരോടാ വൈരാഗ്യം? ആരോടാ പക? പറ. ഒരു തലവേദന വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു പനി വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെയാണോ പകയും വിദ്വേഷവും ജാരശങ്കയും ക്രോധവും ശാഠ്യവും പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നേ? ആ ഹൃദയത്തൊന്ന് ഉടച്ചു കൊടുക്കാൻ പറ്റുമോ? ക്ഷമിച്ചു കൊടുക്കേണ്ടവരോടൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നേ. വാക്കുകൾ കൊണ്ട് മുറിവേറ്റവർ ഈ ദൂത് കേൾക്കുന്നുണ്ട്. പല വായിൽ നിന്നും കേട്ട വാക്കുകൾ ഒരു പക്ഷേ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവമാരാണ്, നമ്മുടെ ദൈവമാരാണ്. നിന്റെ സകല പാപത്തെയും ക്ഷമിച്ച് നിന്നെ മാർബോടെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. കാരണം ഞാൻ പറയാം, നീ ഇവിടെ ഇരുന്ന് കരയുമ്പോൾ നിന്നെ ഓർത്ത് നിന്റെ രക്തബന്ധങ്ങളെ ദൈവം വിടുവിക്കുവാനിടയായി തീരും. തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ, തകർന്ന് നിന്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ അകലെ മാറി നിൽക്കുന്ന നിന്റെ കുഞ്ഞ് ഒരുപക്ഷെ പഠനത്തിന് വേണ്ടി പോയ പൈതലായിരിക്കാം. നീ മൈക്രോഫോൺ വഴി ഓരോ കാര്യം വിളിച്ചു പറയുമ്പോൾ നീ പറയുന്നത് അനുസരിക്കത്തില്ല. പക്ഷേ നിനക്ക് തകർന്നൊരു ഹൃദയം വെച്ചുകൊണ്ട് നീ വിളിച്ചാൽ അത് കേട്ട് അത് അനുസരിപ്പിക്കുവാൻ കഴിവുള്ള ഒരുവൻ നിന്റെ കുഞ്ഞായിരിക്കുന്ന ഇടത്തുണ്ട്, നിന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഇടത്തുണ്ട്. ഹല്ലേലൂയ. നിന്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒന്ന് ഹല്ലേലൂയ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ഹോള്
വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ്, ആമേൻ പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ മേൽ ഒരു വിടുതൽ നടക്കും. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ ഒരു കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ രോഗം പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പുറകെ ഹൃദയ നുറുക്കത്തോടെ നിലവിളിച്ചുകൊണ്ട് ഓടി. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. ആരാണ് ആ സഹോദരി? മത്തായിയുടെ സുവിശേഷം എടുക്കണ്ട. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ പുറംജാതിയിൽപ്പെട്ടൊരു സഹോദരി, അവൾ സുറോഫോനിക്കക്കാരിയായ കനാന്യ സ്ത്രീ, ആമേൻ, അവൾ ഹൃദയം നുറുക്കത്തോടെ യേശുവിൻ്റെ പുറകെ നിലവിളിച്ചു. ഈ ഹൃദയ നുറുക്കത്തോടെ യേശുവിൻ്റെ പുറകെ നിലവിളിച്ചു കൊണ്ട് ഓടി വരുമ്പോൾ യഹോവയായ ദൈവം അവിടെ നിലവിളി കേട്ടു. നോക്കണമേ, ഞാൻ ആ മെസ്സേജ് ഒത്തിരി തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഹൃദയ നുറുക്കത്തോടെ വിളിച്ചവളുടെ മറുപടി, ആമേ സ്തോത്രം, അവളെ പുരയ്ക്കകത്ത് ഭൂതം ബാധിച്ചു കിടന്ന മകളുടെ വിടുതലിന് സമയമായി. വർഷങ്ങൾ കൊണ്ട് മന്ത്രവാദിയുടെ അടുക്കലും ഉള്ള ക്ഷേത്രങ്ങളും ഉള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് അവളുടെ മകൾക്ക് ഒരു വിടുതൽ കൊടുക്കുവാൻ ലോകത്തിലെ ഒരു ദൈവങ്ങൾക്കും കഴിഞ്ഞില്ല. എല്ലാ ദൈവങ്ങളും മുഖം നോക്കി ആ സഹോദരിക്കെതിരെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നുറുങ്ങിയ ഹൃദയവുമായി അവൾ യേശുവിൻ്റെ പുറകെ അനുഗമിച്ചപ്പോൾ, ആമേ സ്തോത്രം, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ, ഹല്ലേലൂയ, വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ സത്യവേദ പുസ്തകം, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ക്രിസ്തുവാകുന്ന പുസ്തകം, ഈ ദൈവമാകുന്ന പുസ്തകം ഉയർത്തിപ്പിടിച്ചോണ്ട് പറയാ, എൻ്റെ സഹോദരങ്ങളെ, ഏത് വിഷയത്തിന് വേണ്ടി ഹൃദയ നൃത്തത്തോടെ ഇന്ന് പകൽ കരയാൻ പറ്റുമോ? ആ കരച്ചിന്റെ മറുപടി ഈ വർഷം പിന്നിട്ട് പോകുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാ. ആ നന്മ നീ കാണും, ആ നന്മ നീ അനുഭവിക്കും, ആ സന്തോഷം നീ അനുഭവിക്കും, ആ കഷ്ടത മാറിപ്പോകൂ. കരമടിച്ച് ചാടി വേഗത്തിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ. ആമേ, ഹൃദയ നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ. ആമേ, ഹല്ലേലൂയ, നമുക്ക് ആരാധിക്കാം. യെസ്, നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. വിശ്വാസമോ ബന്ധം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം, അത് പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ബന്ധം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം, അത് പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും പതറിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും പതറിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിരിച്ചു കളിക്കാനും പിന്മാറിപ്പോയിടല്ലേ,
വിറുവിറുപ്പില്ലാതെ മുന്നോട്ട് പോകുക യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം തിരിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വിറുവിറുപ്പില്ലാതെ മുന്നോട്ട് പോകുക യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പലവിടലേ കണ്ണുനീരിലും വളർന്നിടലേ ഞാനെന്നും എന്റെ ദൈവം നീ എന്നും എന്റെ കാണേ. ഞാനെന്നും എന്റെ ദൈവം നീ എന്നും എന്റെ കാണേ. ഞാനെന്നും എന്റെ ദൈവം നീ എന്നും എന്റെ കാണേ. Gala,